പൈസ പിരിവും കാര്യങ്ങളെല്ലാം ചെയ്യുന്നേരം അത് സാറിന്റെ പേജിൽ നിങ്ങൾ ഇടുന്നുണ്ട് അല്ലേ? സാറിന് നാളെ എന്തെങ്കിലും ദോഷമായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാനത് ചോദിച്ചത്, സാർ അറിഞ്ഞുകൊണ്ടാണോ ഇത് തുടങ്ങിയത് എന്നുള്ളത്. അതിനെന്താ ചോദിച്ചതെന്താ? ഇത് ഇത്രയും വലിയ പ്രശ്നമാണോ? എന്റെ മൈൻഡ് മാറി നിൽക്കുകയാണ്. നീ എന്റെ അടുത്ത് സംസാരിക്കാതിരിക്കുകയാണ്. നിന്റെ ഇത് ചാറ്റ് മാറ്റിപ്പോവുകയാണ്. അതാണ് എനിക്ക് നല്ലത്. അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നിനക്ക് എന്തെങ്കിലും ലേഡീസ് നിന്നെ ചീത്ത വിളിച്ച് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നീ ഒന്ന് ചെയ്യാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടി? ഞാൻ ചീത്ത വിളിക്കുക തന്നെ ചെയ്യും. നിന്നെ പോലുള്ള ലേഡീനെ ചീത്ത വിളിക്കുക തന്നെ ചെയ്യും. എന്നാ ചെയ്യടി? പറയടി മോളെ. നീ കൊണ്ടുപോയി കേസ് കൊടുത്തേ, നോക്കട്ടെ എവിടെ വരെ പോകും നോക്കട്ടെ. ആദ്യം നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കണം കേട്ടാ, എന്നിട്ട് ആണുങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണം. ഈ ഗ്രൂപ്പിൽ നമ്മൾ ഞാൻ ഇടാൻ താല്പര്യപ്പെടുന്നില്ല. അത് തലശ്ശേരി കൊടുത്തിട്ടുണ്ട്. അവിടെ വീട്ടുമുറ്റത്ത് പണിയെത്തും. ഓക്കെ, ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അഴിച്ചു വിടുമെന്ന് ഞാൻ ആലോചിക്കുന്നേ. വീട്ടിൽ നിന്നൊക്കെ ഇവിടെയൊക്കെ ചുമ്മാണ് ആളുകളെടുത്ത് അലക്കുന്നേ. സത്യത്തിൽ ഇവിടെയൊക്കെ വേണം സുഡാപ്പികൾക്ക്. ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ ഒരു പണി വിട്ടിട്ടുണ്ട്. ആ പണി അത് എന്റെ കൺമുന്നിൽ നിന്നെ കിട്ടിയാല് ലസിതേ, നീ പിന്നെ ലൈവ് ഇടുന്നത് വേറെ രൂപത്തിലായിരിക്കും. മനസ്സിലായില്ലേ? നിന്റെ ഷേപ്പ് ആയിരിക്കത്തില്ല, നീ ഈ ഇരിക്കുന്ന ഷേപ്പ് ആയിരിക്കത്തില്ല. എല്ലാം നാളെ മോടെ വീട്ടുമുറ്റത്ത് എത്തുക കേട്ടാ. അപ്പൊ ശരിയും തെറ്റൊക്കെ നമുക്ക് അവിടെ തീർക്കാം. നമുക്ക് ഈ ഗ്രൂപ്പിൽ കിടന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ എനിക്ക് നിന്റെ പെരുമാറ്റം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിൽ ഒരുപാട് ഇതായി പോയി. ലസിയുടെ ഉദ്ദേശം എന്ന് വെച്ചാല് അവള് ഭയങ്കര ഒരു വീഡിയോ കൂടെ അങ്ങോട്ട് സുരേഷ് ഗോപി ചെയ്ത് അത് വെച്ചിട്ടാണ് ഇവിടെ അങ്ങ് ആളാവുന്നേ. അവിടെ ഏതോ സുരേഷ് ഗോപിയുടെ കൊമ്പത്ത് തോളത്തിരിക്കുന്നുള്ള ധാരണയാണ്. തെറ്റാണ് മോളെ. സുരേഷ് ഗോപി ഒരു വീഡിയോ കോൾ ചെയ്യുന്നത് നിനക്ക് മാത്രമല്ല, നമ്മുടെ ഗ്രൂപ്പിലെ പെണ്ണുങ്ങൾക്കും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിനക്ക് മാത്രമല്ല ചെയ്തിട്ടുള്ളത്. സുരേഷ് ഗോപി ഒരു വീഡിയോ കോൾ ചെയ്തെന്നും പറഞ്ഞ് നീ അങ്ങ് കയറി ഇങ്ങോട്ട് ബസ് ഒന്നത് കാര്യം പറയാം. കാരണം ഞാൻ നിന്റെ മെസ്സേജ് ഒരു പയ്യനെ അയച്ചു കൊടുത്തപ്പോഴത്തേക്ക്, നമ്മുടെ അഡ്മിന് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അവൻ തന്നെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുകയാണ്. വിനു അവ ഇവിടെ ഇപ്പൊ വരും. അവൻ വന്നാ നിന്നെ വരിച്ചു കയറി കേട്ടാ, പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കാണത്തിന് നിന്നെയൊക്കെ ഈ ഗ്രൂപ്പിൽ ആവശ്യമില്ല കേട്ടാ. ലസിത എന്ന് പറയുന്ന വ്യക്തിനെ ഈ ഗ്രൂപ്പിൽ ആവശ്യമില്ല. ഞാൻ ഇപ്പൊ എടുത്തു കളയാൻ പോവുകയാണ്. കാരണം വെറും നെഗറ്റീവ് അടിക്കുന്ന വെച്ചാൽ നെഗറ്റീവ്. നിന്നെ സുരേഷ് ഗോപി പറഞ്ഞ കൂടിപ്പോവും. സുരേഷ് ഗോപി നിന്നെ ചീത്ത വിളിക്കാനാ വരുന്നേ. സുരേഷ് ഗോപി എന്നാണ് നീ മനസ്സിലാക്കാൻ തുടങ്ങിയേ? നീ എന്നാ സുരേഷ് ഗോപിയെ കാണാൻ തുടങ്ങിയേ രസിതേ? നീ കാണുന്നതിന് മുന്നേ സുരേഷ് ഗോപി കണ്ടു തുടങ്ങിയവൻ നമ്മള്. നിന്നെ കണ്ടി മുന്നേ പേജ് തുടങ്ങിയവന്മാരാ നമ്മള് മക്കളെ. അവൻ നല്ല, കാരണം ഗ്രൂപ്പ് അഡ്മിൻ ആയിരുന്നു. അവൻ നല്ല ഫീലിംഗ് ആയിട്ടാണ് ഇപ്പൊ എന്നെ വിളിച്ചത്. പേജെല്ലാം ഇവിടെ എല്ലാം നശിപ്പിക്കാൻ, എല്ലാ കുടുംബം നശിപ്പിച്ച് നീ ഗ്രൂപ്പും കൂടെ നശിപ്പിക്കാൻ ഇറങ്ങിയാണടി രസിത്. നിന്നെ എടുത്ത് കളയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന്. നീ കൂടുതൽ കേട്ടാ ചെവുക്കനെ അടിച്ച് പറിക്കും. നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യം നിന്റെ തലശ്ശേരി ഏത് പരിപാടി അവിടെ? നീ കൊറേ നേരം ഇവിടെ കിടന്ന് അന്നദാനം പറഞ്ഞ് നീ ചെവുക്കനടിച്ച് പറയട്ടാ. നിനക്ക് എന്നെ അറിയത്തില്ല. തലശ്ശേരി വന്ന് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ അടിക്കും പറഞ്ഞുണ്ട്. നീ ഇനി എന്നാ? കാരണം ഇത് ഒരു മാന്യമായിട്ടുള്ള ഗ്രൂപ്പാണ്. ഇതിൽ കയറി നീ ചൊരച്ചാലുണ്ടല്ലേ നിന്റെ ചെവുക്കനടിച്ച് ഞാൻ പറയും കേട്ടാ, പറഞ്ഞിട്ടുണ്ട് മോളെ. ഞാൻ ഒന്നും നേടാൻ വേണ്ടിയല്ലേ ഈ ഗ്രൂപ്പും കൂടെ കിടക്കുന്നേ. നിന്നെപ്പോലെ ഒന്നും നേടാൻ വേണ്ടിയല്ലേ ഈ ഗ്രൂപ്പും കൂടെ കിടക്കുന്ന. എനിക്ക് നേടണമെങ്കിലേ ഒരുപാട് നേടാൻ വേറെ വകുപ്പുണ്ട്. മനസ്സിലായില്ലേ? ചെവുക്കനടിച്ച പറയും കേട്ടാ.